എന്നെ ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കാണ് പോകുന്നത്. ബ്രൂക്ലിൻ ബ്രിഡ്ജ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ തേർഡ് പാർട്ടിലേക്ക് പോവാം. അങ്ങനെ ഫോണൊക്കെ ചാർജ് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കണ്ടത്. ആ ചാടി പോകുന്നത് ഞാൻ നടന്നു വരുന്ന നല്ലൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഓടിയതാ. പക്ഷെ ആ തിരക്കിനിടയ്ക്ക് അത് നടന്നില്ല. സ്പ്രിംഗ് ഫ്ലവേഴ്സ് ബിഹൈൻഡ് us. Come on. അങ്ങനെ ഒരു 10-20 മിനിറ്റ് നടന്നപ്പോൾ തന്നെ ഞങ്ങൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിന്റെ അടുത്തെത്തി. ഈ കാണാൻ പോകുന്നതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ. ലാസ്റ്റ് ടൈം ഞാൻ വന്നത് ഒരു ഡിസംബർ സമയത്തായിരുന്നു. നല്ല തണുപ്പും ഭയങ്കര തിരക്കും ഒക്കെ ഉള്ള ഒരു സമയമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിസിറ്റിനാണ് ഞാൻ ഈ ബ്രിഡ്ജ് ഒക്കെ കാണുന്നത്. എനിക്കൊന്നും പറയാനില്ല. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആ എക്സൈറ്റ്മെന്റിൽ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കാണിച്ചു തരാം ഞാൻ. ഈ പോയിന്റിലായിട്ട് കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. മാൻഹാറ്റൻ ബ്രിഡ്ജ്. ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോയി സ്റ്റാച്യു ഓഫ് ലിബർട്ടി വിസിറ്റ് ചെയ്തിരുന്നു. ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഡംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഡൗൺ അണ്ടർ ദ മാൻഹാറ്റൻ ബ്രിഡ്ജ് ഓവർപാസ് എന്നാണ് ഡംബോയുടെ ഫുൾ ഫോം. ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു ഫേമസ് ലൊക്കേഷനായത്. അവിടുന്ന് ഞങ്ങൾ തൊട്ടടുത്തുള്ള പാർക്കിലേക്കാണ് നടന്നത്. ഇന്നിനി വേറെ പ്ലാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം അവിടെ പോയി ഇരിക്കാന്ന് കരുതി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവിടെ പലതരം പ്രപ്പോസൽസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ പ്രപ്പോസലാണിത്. ഞാനായിരുന്നു ഈ കുതിരപ്പുറത്തിരുന്ന് പ്രപ്പോസ് ചെയ്തത്. എന്നെ ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് വല്ലതും പ്രപ്പോസ് ചെയ്യണം. കേട്ടല്ലോ. ഇപ്പോഴും ഇരുട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സ്ഥലമായിട്ടുള്ള ടൈം സ്ക്വയറിലേക്കായിരുന്നു. സീറ്റ് തന്നില്ല. ഒലിവ് ഗാർഡൻ എന്നുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ പോയത്. ദിസ് ഈസ് ടൈം സ്ക്വയർ. ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇപ്പോഴാണ് നേരെ ചൊവ്വേ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഫോണിന് ചാർജ് ഇല്ലായിരുന്നതുകൊണ്ട് സ്റ്റാർബക്സിൽ നിന്നാണ് ലഞ്ച് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഞങ്ങൾ അത്യാവശ്യം നല്ലതുപോലെ ഓർഡർ ചെയ്തു. ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചിട്ടുമാണ് ഇറങ്ങിയത്. വിശന്നിരുന്നിട്ടാണെന്ന് തോന്നുന്നു. ചിക്കൻ ആൽഫ്രഡോട് സോസിന് പോലും ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ടൈം സ്ക്വയറിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഞാൻ കണ്ടതിൽ ഏറ്റവും ലൈവായിട്ടുള്ളൊരു സ്ഥലമാണ് ടൈം സ്ക്വയർ. ഏറ്റവും കാമായിട്ടുള്ള സ്ഥലം വിസിറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എനിക്ക് ടൈം സ്ക്വയറിൻ്റെ അടുത്ത് എന്തോ ഒരു പ്രത്യേകതരം ഇഷ്ടമാണ് എപ്പോഴും. ടൈം സ്ക്വയറിൽ കോട.